ഞങ്ങളുടെ അപ്പയുടെ 60ാം പിറന്നാളിന് സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല കേട്ടോ. നമ്മൾ പ്രവാസികളുടെ നാട്ടിൽ പോക്കും വരവും ഒക്കെ ദൈവം നിശ്ചയിക്കുന്ന പോലെയാണ് നടക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോ പോയേക്കാന്ന് വിചാരിച്ചപ്പോ നാട്ടിൽ ആരെ അറിയിക്കാണ്ട് തന്നെ അങ്ങോട്ട് ലാൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് യാത്ര പൊതുവേ ഞാൻ എൻജോയ് ചെയ്യുമെങ്കിലും ഈ യാത്രയിൽ കുറച്ചൊക്കെ കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ അടുത്ത വീഡിയോയിൽ പറയാമേ. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ എല്ലാവരെ പോലെ തന്നെ ഞാനും പേടിക്കുന്നത് ചെക്കിൻ സമയത്താണ്. വെയിറ്റ് കൂടുതലാണോ, എന്തേലും സാധനങ്ങൾ എടുത്ത് മാറ്റേണ്ടി വരുമോ, അങ്ങനെ പല പേടികളും ഉണ്ടാവും. എന്തായാലും ദൈവം സഹായിച്ച് ഒന്നും എടുത്ത് മാറ്റേണ്ടി വന്നില്ല. വെയിറ്റും കറക്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. എത്ര ഫ്ലൈറ്റ് കയറിയെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, അതാ വിമാനം പോകുന്നു എന്ന് പറഞ്ഞ ഇപ്പോഴും ഞാൻ ഓടി മുറ്റത്തിറങ്ങി മാനത്തേക്ക് നോക്കും. അങ്ങനെ 10-18 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുധീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ മക്കളെ പറയാ, നാളുകൾക്ക് ശേഷമുള്ള അൽഫാമിന്റെ മണവും ഉഴുന്നുവടയുടെ മണവും എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ഭ്രാന്തിയാക്കുന്നുണ്ട്. അങ്ങനെ തിരക്കിട്ട ആകാംക്ഷയോടെ അവസാനം ഞങ്ങളിതാ വീട്ടിലെത്തി. എന്തായാലും എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സന്തോഷം കൊണ്ട് എല്ലാരും കരച്ചിലും പിഴിച്ചിലും പിന്നെ ആശ്വസിപ്പിക്കലും ഒക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾക്ക് 2 പേർക്കും അറിയായിരുന്നു ആരൊക്കെ വന്നാലും ഞങ്ങളുടെ അപ്പയുടെ പിറന്നാളിന് അപ്പ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞങ്ങളെ തന്നെ ആയിരിക്കും. എനിവേ, ഞാനും എന്റെ കണ്ണേട്ടനും എല്ലാരെയും വണ്ടടിപ്പിച്ചതിന്റെ ത്രില്ലില്ല. വളരെ കുഞ്ഞു പരിപാടിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ. പക്ഷെ ഫാമിലിയിലുള്ള എല്ലാരും കൂടെ കൂടുമ്പോ അതൊരു ഉത്സവമല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൂലല്ലോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.